നമസ്കാരം. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് രേഖ രതീഷ് എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസിന്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാറിന് ഒരു പരാതിയായിട്ടാണ് ഇവരുടെ ഈ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലടക്കം ഇപ്പം ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ ചില യൂട്യൂബർമാർ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. നമുക്ക് ഈ രേഖ രതീഷ് എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസിനെ നമുക്ക് നേരത്തെ അറിയാം. കഥയല്ല ജീവിതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. 2 or 3 വിവാഹമൊക്കെ കഴിച്ച് അവസാനം ഏതോ ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് അഫെയർ ആകുകയും പിന്നെ ആ സ്ത്രീ വന്നിരുന്ന് കരയുന്നതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ പല വിഷയങ്ങളും ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഈ രേഖ രതീഷ് എന്ന് പറയുന്ന ഇവർക്ക് 9 വയസ്സുള്ള ഒരു മകനുണ്ട്. മകനുമായിട്ട് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ ഇവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ പിണറായി വിജയൻ സാറിന് ഒരു ഒരു പരാതിയായിട്ടാണ് വരുന്നത്. ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്റ്റേഷനിൽ പോയൊന്നും പരാതി കൊടുക്കാനായിട്ടുള്ള സമയമൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം അതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആര് തന്നെ ആയാലും കൊള്ളാം, ഒരു സ്ത്രീക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഇല്ലാവചനങ്ങൾ പ്രചരിപ്പിക്കുന്ന അത് ഏത് യൂട്യൂബർ ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നാറിത്തരം കാണിച്ചാൽ നമ്മൾ നാറിത്തരം എന്ന് തന്നെ പറയും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൊന്ന് വ്യക്തത വരുത്താനുണ്ട്. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെയാകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത്. രേഖ രതീഷ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആരോപണം, അതായത് രേഖ രതീഷിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ യൂട്യൂബർമാർ വീഡിയോ ചെയ്യുന്നു. ഞാൻ ഇന്ന് കുത്തിയിരുന്ന് യൂട്യൂബ് മൊത്തം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് രേഖ രതീഷിനെ കുറിച്ചിട്ട് അത്ര മോശമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ആരും തന്നെ വന്നിട്ടില്ല. ഇനിയിപ്പം ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇനി ആരെങ്കിലും മുക്കിയതാണോ എന്നും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും രേഖ രതീഷിൻ്റെ ഒരു പക്ഷേ ചിലപ്പം രേഖ രതീഷിനെ കുറിച്ചിട്ട് പറയുന്ന ആ മോശം വീഡിയോകൾ അല്ലെങ്കിൽ അതിൻ്റെ തംബ്ലൈനൊക്കെ പുള്ളിക്കാരി എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ചെയ്ത കൂട്ടത്തിൽ ആ ഒരു തംബ്ലൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ പേര് കൂടെ വെളിപ്പെടുത്താൻ എന്തുകൊണ്ടാണ് രേഖ രതീഷ് മുന്നോട്ട് വരാഞ്ഞത്? ഇനി നമുക്ക് ഒരു പഴയ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ എനിക്കൊരു ചാനൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അത് നമ്മുടെ കഥയല്ല ജീവിതം എന്ന ചാനലിന്റെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. കമന്റ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഇത്രയും ബോൾഡായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്ത്രീ, നല്ല കരുത്തായിട്ടുള്ളൊരു സ്ത്രീ, പെട്ടെന്ന്, അതായത് ഇന്നലെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു പരാതി എന്ന രീതിയിൽ എന്നെ ഒരുപാട് ആൾക്കാർ ദ്രോഹിക്കുന്നു, എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞതും ഒരുപാട് ലേറ്റൊന്നും ആയിട്ടില്ല. അപ്പൊ ഇവരുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് 3 ദിവസത്തേക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോയും കൂടെ ഉണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണാം. എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ?
അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വറും കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം. ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം. അതായത് പുള്ളിക്കാരി പുതിയതായിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു വീഡിയോ എത്തും. കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കാണ് പരാതി എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും, അവർ ശ്രദ്ധിക്കും. അപ്പം ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ലോഗോ ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്? അത് എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയധികം മോശമായി പരാമർശിച്ചിട്ടുള്ള യൂട്യൂബർമാരുടെ പേരോ അവരുടെ ചാനലിൻ്റെ പേരുകളോ അല്ലെങ്കിൽ അതിൻ്റെ തംബ്ലെയിനോ വെച്ചിട്ട് ഇവരെന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായ രീതിയിൽ പോലീസിന് ഒരു പരാതി ഈ രേഖാ രതീഷ് കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ പഴയ വീഡിയോയിലേക്കും പഴയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇനി ഇവര് അത്തരത്തിൽ ഏതെങ്കിലും യൂട്യൂബർമാർ വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അപ്പം ഇതൊക്കെ ഒരു അഭിനയത്തിന്റെ ഒരു മറ്റൊരു വശമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇവർ പല ഇന്റർവ്യൂവിലും പറയുന്നത് കേൾക്കാം, ഗ്ലിസറിൻ ഇല്ലാതെ എനിക്ക് കരഞ്ഞ് പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പം അത്തരത്തിലൊരു പെർഫോമൻസ് ആണോ ഇവിടെ കാഴ്ചവെച്ചത് എന്നും കൂടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.